പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയുടെ ദീപികാരുണ്യനാഥ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർത്ത് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ദീപികാരുണ്യനാഥനായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ രക്ഷാദായകമായ സാന്നിധ്യത്തെ, രക്ഷാദായകമായ അനുഗ്രഹത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈശോയെ, നിന്നോട് കൂടെയായിരിക്കുവാനും നിൻ്റെ വലിയ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും നിന്നിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ കൃപയാൽ, അനുഗ്രഹത്തിൻ്റെ വലത്തുകരത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈ ആരാധനയുടെ സമയത്തും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ കുറവുകളെയും നിന്നെ ആരാധിക്കുവാൻ, സ്നേഹിക്കുവാൻ, നിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങളെ ഈശോയെ നീ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി നിന്നോട് കൂടെ ചേർത്ത് നിർത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ടൊരു അനുഭവമാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എങ്കിൽ ദൈവകൃപ സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കുരിശിൽ കിടക്കുന്ന ഈശോ ഒരു കള്ളനോട് പറയുന്ന അത്ഭുതകരമായ വാക്കുകൾ. ലൂക്ക 23:43 ഈശോ അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിലായിരിക്കും. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിലുണ്ടായിരിക്കും. തൻ്റെ പീഡാനുഭവത്തിൻ്റെ, ശക്തമായ പീഡാനുഭവത്തിൻ്റെ വേളയിലും ഈശോ മനസ്തപിച്ച ആ കള്ളനോട്, നല്ല കള്ളൻ എന്നാണ് വിളിക്കുന്നത്, അവനോട് ഈശോ പറയുന്നതാണ്, നീ നിന്നോട് കൂടെ പറുദീസയിലായിരിക്കും. നഷ്ടപ്പെട്ട പറുദീസ മനുഷ്യകുലത്തിന് തിരികെ നൽകുവാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലാകരനായ ക്രിസ്തു തൻ്റെ ബലിയുടെ എന്തിനു വേണ്ടിയുള്ള ബലിയായിരുന്നു, ആ ബലിയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് അവൻ പറയുകയാണ്, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലുണ്ടായിരിക്കും. ഈയൊരു സ്വരം നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ക്രൂശിക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു കാര്യമില്ലെങ്കിൽ പോലും ക്രൂശിക്കാനായിട്ട് ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടമുള്ളപ്പോൾ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ള നമ്മെ സംബന്ധിച്ച് ക്രൂശിക്കേണ്ടവർക്ക് ക്രൂശിക്കാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മറ്റുള്ളവർ നമ്മളെ ക്രൂശിക്കുമ്പോഴും ഈശോയുടെ വലതുവശത്താണ് നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. ഈശോ, നമ്മുടെ നാഥനായ രക്ഷകനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ, അവനെ കുരിശിൽ തറച്ചുവെങ്കിൽ, ഒരു തെറ്റുമില്ലാത്തവനും ഒരു ബലഹീനതയില്ലാത്തവനും ഒരു പാപവുമില്ലാത്തവനെ അവിടുത്തെ കുരിശിൽ തറച്ചുവെങ്കിൽ കുറവുകളും ബലഹീനതകളും ഒക്കെയുള്ള നമ്മുടെ ജീവിതത്തിലെ നമ്മയും കുരിശിൽ അവർ തറയ്ക്കും. പക്ഷേ ആ തറയ്ക്കുന്ന സമയത്ത് ഈശോയുടെ വലതുവശത്തെ കുരിശിൽ തറയ്ക്കപ്പെടുവാനായിട്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കണം. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു മാനസാന്തരത്തിലേക്ക്, ഒരു മനപരിവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കുരിശ് മരണങ്ങളാണ് നമുക്ക് ആവശ്യം. വെറുതെ മരിച്ചു പോകുന്നവരല്ല. മറ്റുള്ളവർ നമ്മെ ആരോപിക്കട്ടെ, കുറ്റമാരോപിക്കട്ടെ, നമുക്കെതിരെ സംസാരിക്കട്ടെ, പക്ഷെ അതെല്ലാം
ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് അവയെല്ലാം സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കണം. ഇവിടെ ഈശോയോട് പറയേണ്ട കാര്യം ഇതാണ്: ഈശോയെ, ഞങ്ങൾ പാപം ചെയ്തിട്ടാണല്ലോ. നല്ല കള്ളനെ പോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കട്ടെ. സത്യത്തിൽ അവന് ഒരു പ്രതീക്ഷയും അവനില്ല. അവൻ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവനാണ്, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ ജീവിച്ചവനോടാണ് ഈശോ പറയുന്നത്. അവനാകെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യപ്പറ്റ്, അല്ലെങ്കിൽ അവൻ്റെ യഥാർത്ഥ അവസ്ഥയെ അവൻ തിരിച്ചറിഞ്ഞിട്ട്, നമ്മൾ പാപം ചെയ്തിട്ടാണ് നമുക്ക് ഈ കുരിശുമരണത്തിന് നമ്മൾ അർഹതപ്പെട്ടവരാണ്. അവൻ്റെ സത്യത്തെ തിരിച്ചു പറഞ്ഞ് അവനത് പറയാനായിട്ട് ഏറ്റുപറയാനായിട്ട് തയ്യാറായപ്പോൾ ആ നിമിഷം അവനെ തമ്പുരാൻ പറുദീസായിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. പ്രിയ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, തകർച്ചകളുണ്ട്. എല്ലാവരാലും തള്ളപ്പെടുകയും തഴയപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അങ്ങനെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ, നമുക്ക് നമ്മോട് തന്നെ ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരോടൊക്കെ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ: ഈ കുരിശുമരണം, നമ്മുടെ ഈ പീഡാനുഭവം, നമ്മുടെ വ്യക്തിപരമായ ത്യാഗങ്ങൾ, വേദനകൾ, ആരോപണങ്ങളെല്ലാം എന്നാകണം ഈശോയുടെ വലതുവശത്തെ കുരിശോട് ചേർന്ന്, വലതുവശത്തോട് ചേർന്നിരുന്നുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ അവസ്ഥയെ തമ്പുരാന് മുമ്പിൽ അവതരിപ്പിക്കുക. ഈശോയെ, ഇതാണ് സംഭവം, ഇതാണ് കാര്യം, ഇതാണ് എൻ്റെ ജീവിതം, എൻ്റെ അവസ്ഥ ഇതാണ്. എല്ലാവരാലും തള്ളപ്പെടുന്നു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്നു, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. ഈശോയെ എന്ന് നീ വിളിക്കുമ്പോൾ ഈശോ പറയുന്നതേ ഉള്ളൂ: നീ നിന്നോടൊപ്പം പറുദീസായിലായിരിക്കും. നമ്മുടെ പാപം എത്രമാത്രം വലുതാണെങ്കിൽ അവിടുത്തെ സ്നേഹം അതിനേക്കാൾ വലുതാണ്. ഈ ലോകത്തിൽ ആര് നമ്മെ സ്നേഹിക്കുന്നില്ല തോന്നുമ്പോഴും, എല്ലാവരും നമ്മളെ മാറ്റി നിർത്തപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ വേദനകളിലും, എല്ലാ സങ്കടങ്ങളിലും, എല്ലാ ഭാരപ്പെടുത്തലുകളിലും, എല്ലാ രോഗങ്ങളിലും, എല്ലാ ബുദ്ധിമുട്ടുകളിലും, എല്ലാ ബന്ധങ്ങളിലെ വിള്ളലുകളിലും, എല്ലാ ഉള്ളിലുള്ള എല്ലാ ഭാരങ്ങളിലും ഈശോയുടെ വലിയ സാന്നിധ്യമുണ്ടായിട്ട് പറയുകയാണ്: ഇന്ന് നീ എന്നോടൊപ്പമായിരിക്കും, എന്നോടൊപ്പം പറുദീസായിലായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ്. കുരിശിൽ കിടക്കുന്ന കള്ളനെ പോലെ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് തമ്പുരാൻ ഏറ്റു പറയാം. അത് മാപ്പ് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മളെ വിട്ടു പോവുകയില്ല. നാം തമ്പുരാനിൽ നിന്ന് അകന്നു പോയാൽ പോലും തമ്പുരാൻ നമ്മെ വിട്ടു പോവുകയില്ല. അതാണ് ഈശോയുടെ സ്നേഹം. നല്ല കള്ളനിലേക്കുള്ള വലിയൊരു യാത്ര നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രൂശിക്കപ്പെടുന്ന അവസരത്തിലും വേദനയുടെ അവസരത്തിലും ഈശോയുടെ അടുത്ത് സ്നേഹത്തോടെ നമ്മുടെ യഥാർത്ഥമാവസ്ഥയെ നമുക്ക് ഏറ്റുപറയാനായി സാധിക്കട്ടെ. ഇടതുവശത്ത് കിടന്ന കള്ളൻ തൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാത്തിനെയും മറ്റുള്ളവരെ പരിചാരുകയാണ്. സാഹചര്യങ്ങളെയും സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ പരിചാരിയാണ് പലപ്പോഴും. എന്തുകൊണ്ടെന്ന് സംഭവിച്ചു ചോദിച്ചാൽ, അവർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവർ കാരണമാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനത്. അങ്ങനെ ഓരോ തലത്തിലും നമ്മൾ പഴിചാരി രക്ഷപ്പെടുന്നവർ ഇടതുവശത്ത് കിടക്കുന്ന കള്ളന് തുല്യമാണ്. എന്നാൽ വലതുവശത്ത് കിടക്കുന്ന കള്ളന് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ: ഈശോയെ, നീ പറുദീസായിലായിരിക്കും, എന്നെയും കൂടി ഓർക്കണമേ എന്ന്. ആ ഒറ്റ യാചനയിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായ വികാരം മനസ്സിലാക്കി ഈശോ അവനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. അവനെ ഈശോ ചേർത്ത് പിടിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഒറ്റ ചേർത്ത് പിടിക്കലേ ഉള്ളൂ. നീ എൻ്റെ കൂടെ ആയിരിക്കും. നമുക്കത് മാത്രം മതിയല്ലോ. ഒതുവികാരനാഥനായ ഈശോയെ ഞങ്ങൾ മതി ആഗ്രഹിക്കുന്നത്.
കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് ഞങ്ങളെക്കാൾ അധികമായിട്ട് ഈശോയെ നിനക്കറിയാം. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ വേദനകളെ ഈശോയെ, ഉദ്ദീപികാരുടെ നാഥ, പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ നിയോഗം മുഴുവനും ഈ നല്ല കള്ളൻ സമർപ്പിച്ചതുപോലൊരു നിയോഗങ്ങൾ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥമായ ഒരു മനപരിവർത്തനത്തോടെ, മാനസാന്തരത്തോടെ കുരിശിൻ്റെ വേദനയിലായിരിക്കുമ്പോഴും നല്ല കള്ളൻ പറയുന്നത് ഈശോയുടെ കൂടെയായിരിക്കുമെന്ന ആഗ്രഹമാണ്. നമ്മുടെ കഷ്ടപ്പാടുകളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ക്ലേശങ്ങളിൽ, അവഗണിക്കപ്പെടൽ, ഒറ്റപ്പെടുത്തലിൽ, പീഡാനുഭവ സഹജമായ വേദനകളുണ്ടാകുമ്പോൾ നമ്മൾ ഇടതുവശത്ത് കിടക്കുന്ന കള്ളനെ പോലെ പെറുപിറക്കുന്നതും പരാതി പറയുന്നവനും ആക്ഷേപിക്കുന്നവനും ന്യായീകരിക്കുന്നവനും മറ്റുള്ളവയെ പരിചാരിക്കുന്നവനുമാണോ, അതോ വലതുവശത്തെ കള്ളനെ പോലെ ഈശോയെ എന്നിൽ കുറവുകളുണ്ട് എന്നും നീ പറുദീസാൽ ആയിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറയാനുള്ളൊരു ആഗ്രഹം, ഒരു മനപരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും അതിന് ശേഷമാവട്ടെ, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഈശോ നമ്മളെ ഒരിക്കലും വിട്ടുകളയാൻ വേണ്ടി വന്നവനല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയ പ്രകാശം നമ്മളെ പൊതിയട്ടെ. നീ നിൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറയുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് വലിയൊരു സ്ഥാനമാണ് നൽകുന്നത്. ആധുനിക പറുദീസ എന്ന് പറയുന്ന ഈശോയുടെ തിരുഹൃദയം തന്നെ. ആ തിരുഹൃദയത്തിൻ്റെ പറുദീസയിലേക്ക് നമുക്ക് ചേർന്നിരുന്നാൽ അവിടെ കിട്ടുന്നതിന് വലിയ സന്തോഷം വേറെയില്ല, അവിടെ കിട്ടുന്നതിന് വലിയ സംരക്ഷണം വേറെയില്ല, അവിടെ കിട്ടുന്നതിൽ വലിയൊരു ആനന്ദം വേറെയില്ല. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കിറങ്ങി വളരെ ശാന്തമായിരിക്കാം. നമ്മളെല്ലാ നിയമങ്ങളും ശാന്തമായി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.